ഇപ്പൊ നമ്മുടെ ഹേജിന്റെ അമ്മയും അവരുടെ അടുത്തും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. കൊച്ചിന് മുതലേ അവന്റെ അച്ഛനില്ലാത്തതിന്റെ പേരിൽ ആൾക്കാർ അവനെ കളിയാക്കിയിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ അമ്മ ഒരു കൊലപാതക കൂടിയാണെന്ന് പറയുമ്പോ അതവന് താങ്ങാൻ പോലും കഴിയത്തില്ല. ഇപ്പൊ നിങ്ങളാണ് അവന്റെ ഫാമിലി എന്നൊക്കെ ഇങ്ങനെ അമ്മയും പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ സൻഹ അവന്റെ അമ്മയെ ഓർക്കുന്നത്. കാരണം ഇവര് തമ്മിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് അവനും മനസ്സിലാക്കുകയാണ്. അപ്പോഴും നമ്മുടെ ജുവോണും അവരുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നത്, ഞങ്ങൾ ഹേജിനെ കാരണമാണ് ഇത്രയും സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുന്നത്. ഹേജുൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ വർഷമായിട്ട് കാത്തിരിക്കുകയാണെന്നും. അപ്പൊ ഇതേ സമയം നമ്മുടെ ഹേജനാണെങ്കിൽ സൻഹയുടെ റൂമൊക്കെ അവരുടെ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നത്. സോഹിയും അമ്മയോട് നമുക്ക് ഇന്നിവിടെ താമസിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. സൻഹ അവന്റെ റൂമൊക്കെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, അവൻ ഇവിടെ വെറും 1 മാസത്തേക്കേ ഉള്ളു എന്ന് അമ്മയും ഇങ്ങനെ പറയും. ഇത് കേട്ടിട്ട് നമ്മുടെ ഹേജിനും എന്തോ 1 മാസത്തേക്കോ. ഇപ്പോഴാണ് സൻഹയുടെ അമ്മയും അവനോട് പറയുന്നത്, നീ ഞങ്ങളുടെ ഫാമിലി മാറ്റേഴ്സിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഹേജിനും ഇത് കേട്ടിട്ട്, നിങ്ങൾ സൻഹയെ പറ്റിയിട്ടാ പറയുന്നെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ അവകാശമുണ്ട്, കാരണം സൻഹയെ അപേക്ഷിച്ച് ഞാൻ ഒരു സ്ട്രേഞ്ചർ അല്ല എന്നും. ഹേജിന്റെ ഈ ഡയലോഗിന്റെ ഫ്രണ്ടില് അവർക്കും തിരിച്ചു പറയാനൊന്നും തന്നെ ഇല്ലാതെ നിൽക്കുകയാണ്. അങ്ങനെ ഇവനും പുറത്തിറങ്ങി വരുമ്പോഴാണ് നമ്മുടെ സൻഹയും ജുവോണും കൂടെ കയ്യും പിടിച്ച് നടന്നു വരുന്നതും. ഇവനെ കണ്ട ഉടനെ ഇവർ രണ്ടുപേരും കയ്യും വിട്ട് തമ്മിലറിയാത്ത പോലെ ഇവനെ കണ്ടൊന്ന് പേടിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെ പോയിട്ട് വരിക എന്നിങ്ങനെ അവനും ചോദിക്കും. ഞങ്ങളൊന്ന് പുറത്തു പോയതാ എന്നിങ്ങനെ പറയുമ്പോഴാണ്, നിന്നെ ഞാൻ എത്ര തവണ കിടന്ന് വിളിച്ചടാ, നിന്റെ അമ്മ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയും. ഇത് കേട്ട് അവനും ഞാൻ അകത്തേക്ക് ചെല്ലാം, നീ ജുവോന്റെ കൂടെ അവളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ സൻഹയും അകത്ത് കയറുമ്പോഴാണ് സോഹി ഇവനെ കണ്ട സന്തോഷത്തിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അമ്മയോട് സംസാരിക്കാനായിട്ട് മുറിയിലേക്ക് കയറുന്നതിന് മുന്നേ അവനും പെട്ടെന്ന് ഒരു കാര്യം ചിന്തിക്കുകയാണ്. അമ്മയും തന്റെ ലൈഫ് ഇങ്ങനെ ആവാൻ കാരണം സൻഹയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന ഒരു രംഗമാണ് അവനും ഓർക്കുന്നത്. അങ്ങനെ അവൻ റൂമിലേക്ക് കയറുമ്പോൾ അമ്മ ചോദിക്കുന്നത്, നീ നിന്റെ ഹോസ്പിറ്റലും ചേഞ്ച് ചെയ്തോ? നീ ഇത്രയ്ക്ക് സെൽഫിഷ് ആയിട്ട് ചിന്തിച്ച് നിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പോവുകയാണോ? നിനക്ക് ഞാൻ മരിക്കുന്നത് കാണണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അവനും, ഇല്ലമ്മേ നിങ്ങൾ മരിക്കത്തില്ല. അമ്മയും എപ്പോഴത്തേം പോലും ബഹളം വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നിനക്ക് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? ഞാൻ അന്ന് മരിക്കാൻ കിടന്നാൽ പോലും നീ എന്നെ ഒന്ന് നോക്കത്ത കൂടിയില്ലല്ലോ എന്നൊക്കെ. സൻഹയും പറയുന്നത്, 10 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് എന്റെ അനിയത്തിയെ നഷ്ടപ്പെട്ട പോലെ അമ്മയും നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടി എന്റെ മാത്രമായിരുന്നു. അപ്പോഴാണ് നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കുന്നത്. അപ്പോഴാണ് അവനും അവന്റെ അമ്മ അവരുടെ ലൈഫ് കുളവായത് അവനെ കാരണമാണെന്ന് പറഞ്ഞതൊക്കെ വീണ്ടും അവൻ ഓർത്തിട്ട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നിങ്ങളെ പറ്റിയിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്, നിങ്ങളെ മക്കളെ പറ്റിയിട്ടല്ല എന്ന്. ഇത് കേട്ട അമ്മയും അവന്റെ കരണം കുറ്റിക്ക് ഒരെണ്ണം ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അവരും, നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട്? ഞാൻ എന്റെ മകള് നഷ്ടപ്പെട്ട വിഷമത്തില് എത്രമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയത്തില്ല, നിനക്ക് എന്തറിയാം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് സോഹിയും അവിടേക്ക് എത്തുന്നത്. സൻഹയും അമ്മയോട്, നിങ്ങൾ യഥാർത്ഥത്തിൽ കരഞ്ഞതൊക്കെ എന്റെ അനിയത്തിയുടെ മരണത്തെ കാരണമാണോ? ഇത് കേട്ട് അമ്മയ്ക്കും ദേഷ്യം എന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. സോഹിയും ടെൻഷനായിട്ട്, ചേട്ടാ അമ്മയോട് സോറി പറ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ സോഹിയും വിളിച്ചുകൊണ്ട് സോളിലേക്ക് തിരിച്ചു പോകും, ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് സൻഹ. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജുവോണും ഹേജിനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമ്മുടെ ഹേജിനും ദാലിനെ തിരക്കുന്നുണ്ട്. അവള് നേരത്തെ വർക്കിന് പോയോ, അതോ ഇനി ഇന്നലെ രാത്രി വന്നില്ലേ, ഇന്നലെ എവിടെ കണ്ടില്ല? ഇത് കേട്ടിട്ട് നമ്മുടെ ജുവോണും, അവളെ പറ്റിയിട്ട് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവളിപ്പോ ഒരു വലിയ പെണ്ണാ, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേറ്റ് നമ്മുടെ ഹേജിനും, എന്തോ അപ്പൊ അവൾ യഥാർത്ഥത്തിൽ വീട്ടിൽ വന്നില്ലേ ഇന്നലെ? ഇക്കാലത്ത് ആരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലവാ, എന്നിട്ട് അവൾക്ക് ഒരു പേടിയില്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുവാന്നോ? ഇവനും ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ദാലിന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അവള് വീട്ടിൽ പോയതാണെന്നും പറയുന്നുണ്ട് ജുവോൺ. അതിന് ഇയാളെന്തിനാ ഓവർ റിയാക്ട് ചെയ്തെന്ന് ജുവോൺ അവനോട് ചോദിക്കുമ്പോ, ഓ അതെന്തുവാ, എന്റെ അനിയത്തിയുടെ കൂട്ടുകാരി എന്ന് പറയുമ്പോ അവളും എനിക്ക് അനിയത്തി പോലെ തന്നെയല്ലേ. ഇപ്പൊ നമ്മുടെ സൻഹയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഹേജിനോട് പറയാണ്. അവള് കൊണ്ടു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല, ഞാൻ കൊടുക്കാമെന്ന് നമ്മുടെ ഹേജിനും പറയും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ഹേജിനും ഇപ്പൊ ചോദിക്കുന്നത്, സത്യം പറ, എന്തോ ഒരു സംഭവം ഇല്ലേ, നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒന്നും മറച്ചു വെക്കുന്നില്ലേ, സത്യം പറ, നിങ്ങൾ രണ്ടുപേരും എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മുടെ ജുവോന്റെ ടെൻഷൻ ഇങ്ങനെ കൂടി, അവളുടെ ഹേർട്ട് ബീറ്റും ഇങ്ങനെ കൂടുന്നു. അല്ല, കഴിഞ്ഞ വട്ടം സൻഹ നിന്റെ കയ്യിലെ പെയിനൊക്കെ ശരിയാക്കി തന്നെന്ന് പറഞ്ഞ് വീണ്ടും നിനക്ക് പെയിൻ വന്നോ എന്നിങ്ങനെ. ഇതും കേട്ട് അവളും അങ്ങ് സമാധാനപ്പെടും. എന്താടാ എന്റെ കൈക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയണോ എന്നിങ്ങനെ ചോദിച്ചാൽ അവളും ഇങ്ങനെ കൈ ചുരുട്ടും. ഓ ഇപ്പൊ ഇടി കിട്ടുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവനും അങ്ങ് പാക്ക് ചെയ്യാനായിട്ട് എണീറ്റ് പോകുന്നു. അങ്ങനെ ഹേജനും സൻഹയുടെ ഡ്രസ്സിന്റെ ഇടയിൽ ഇരിക്കുന്ന ആ ടാബ്ലറ്റ് എടുക്കുകയാണ് അന്ന് ജൂൺ കാണാത്ത സൻഹ ഒളിപ്പിച്ചു വെച്ചത്. അതെല്ലാം ഉറക്ക കുളിക്കായിരുന്നു. ഇത് കണ്ട അവനും ഷോക്ക് ആവുകയാണ്. സൻഹയും ഇപ്പൊ ഹോസ്പിറ്റലിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജൂണും മെസ്സേജ് അയച്ച് താൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയുന്നതും. ഇത് കേട്ട് അവനും പെട്ടെന്ന് എണീക്കുമ്പോഴാണ് ഒരു തലവേദന തോന്നി അവൻ ഗുളിക എടുത്ത് കഴിച്ച് പുറത്തിറങ്ങുന്നതും നമ്മുടെ ജൂണിനെ കാണുന്നത്. അങ്ങനെ ജൂണിന്റെ ആ പുഞ്ചിരി കണ്ട ഉടനെ തന്നെ നമ്മുടെ സൻഹയുടെ തലവേദന മാറി അവന് സന്തോഷപ്പെടുന്നത്. അവനും ഇങ്ങനെ സന്തോഷത്തിരിക്കുന്നത് ഹീജുവും ബാക്കി എന്ന് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹേജിനും അവന്റെ അച്ഛനും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അയൽപ്പക്കം ആന്റിയും വന്നിട്ട് നമ്മുടെ ഹേജിനോട് പറയുന്നത്, നിനക്കിനിപ്പം അടുത്തിടയ്ക്ക് ഒരമ്മയെ കിട്ടും. എനിക്ക് തോന്നുന്നത്
നിന്റെ അച്ഛൻ ഏതോ ഒരു ലേഡിയെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഇതും പറഞ്ഞ് അവിടെ നിന്ന് അവരും പോവും. ഇത് കേട്ടിട്ട് അച്ഛാ ഇതുള്ളതാണോ എന്നിങ്ങനെ അവനും ചോദിക്കുമ്പോഴാണ് അങ്ങനൊന്നും ഇല്ല, അവർ ചുമ്മാ പറയുന്നതാണെന്ന് അച്ഛനും പറയുന്നത്. എന്നിട്ട് നമ്മുടെ സൻഹയുടെ കാര്യം അവൻ പറയുന്നുണ്ട്, അവന് നല്ല രീതിയിൽ ഈയിടെയായിട്ട് ഉറക്കം വരുന്നില്ല എന്ന്. ഇപ്പൊ നമ്മുടെ സൻഹയും ജുവോണും കൂടെ ലഞ്ച് കഴിക്കുന്ന സമയം സൻഹയോട് അവൾ ഇങ്ങനെ ചറപറ സംസാരിച്ചോണ്ടിരിക്കും. അവളുടെ സംസാരം ഇങ്ങനെ കേട്ടിരിക്കുന്ന സൻഹയും കാണിക്കുന്നുണ്ട്. സൻഹയുടെ അമ്മ വീട്ടിലേക്ക് വന്ന വിവരം നമ്മുടെ ഹേജുൻ പറഞ്ഞ് അച്ഛൻ അറിയുകയും അദ്ദേഹം ഇത് സൻഹയുടെ അച്ഛനോടും പറയുന്നുണ്ട്. അപ്പൊ ഇതേ സമയം നമ്മുടെ ജുവോണും സൻഹയുമായിട്ട് നിൽക്കുന്ന ഒരു രംഗം കാണിക്കുകയാണ്. ജുവോണും അവന്റെ ഫേസിൽ പിടിച്ചിട്ട് ഞാൻ ഇത്രയും നേരമായിട്ട് ചറപറ സംസാരിച്ച് എന്റെ തൊണ്ട പറ്റി, എന്നാ നീയോ ഒരു വാക്ക് പോലും മിണ്ടാതെ നിൽക്കുകയാണ്. ജുവോൺ ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മ നിന്നെ സോളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിട്ടല്ലേ വന്ന, അപ്പൊ നീ എന്ത് ചെയ്യും? ഞാൻ പോത്തില്ല എന്നാണ് സൻഹ പറയുന്നത്. ജുവോണും നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ അതെ അമ്മ ഓക്കെ ആണെന്ന് അവനും പറയും. ഞാൻ നിന്റെ കാര്യമാ ചോദിച്ചെന്ന് പറയുമ്പോഴാണ് അവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്. ഇനി നീ എന്നെ കാരണമാ പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കരുതണ്ട, ഞാൻ പണ്ടത്തെ പോലെ വാശി കാണിക്കത്തില്ല എന്ന് പറയുകയാണ് അവള്. നിനക്ക് അവിടെ പോയി നിന്റെ അമ്മയും അനിയത്തെയും കെയർ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ സൻഹയും അവളുടെ കൈ പിടിച്ചിട്ട് നീ എന്നോട് പോകല്ലേ എന്ന് പറയണം, പിന്നെ ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നും പറയണമെന്നും. അവളും പെട്ടെന്ന് അവന്റെ കോളർ പിടിച്ചിട്ട് അല്ലേ ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് വിടാം എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുകയാണ്. ആ സമയം സൻഹ ജുവോണിനെ ഹഗ് ചെയ്തോണ്ട് പറയുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയം ആരെങ്കിലും കണ്ടു കഴിഞ്ഞായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെന്ന്. അപ്പോഴാണ് ജുവോണും പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒളിച്ചിരിക്കുമെന്നും. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു രംഗം തന്നെ കാണിക്കുകയാണ്. ഇപ്പൊ റെസ്റ്റോറന്റില് സൻഹയുടെ അച്ഛനും വരുമ്പോഴാണ് നീ സൻഹയുടെ അമ്മയെ വിളിച്ചു എന്ന് ചോദിക്കുന്നതും ഞാൻ വിളിച്ചു പക്ഷെ അവള് കോൾ എടുത്തില്ല എന്ന് പറയുന്നതും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ സൻഹയുടെ അച്ഛൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ താല്പര്യമുണ്ടോ എന്ന്. ഇതും കേട്ട് നമ്മുടെ സൻഹയുടെ അച്ഛനൊന്ന് നോക്കുമ്പോഴാണ് അല്ല നിങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൻഹയ്ക്ക് പുതിയൊരു അമ്മയെ കിട്ടുമല്ലോ, ഇതിന്റെ പേര് പറഞ്ഞിട്ടെങ്കിലും സൻഹയുടെ അമ്മ ആ കണക്ഷൻ അങ്ങ് ബ്രേക്ക് ചെയ്താലോ. സൻഹയുടെ അച്ഛനും പിന്നെ ഇതിനു വേണ്ടിട്ട് ഞാൻ ഇനി കല്യാണം കഴിക്കാൻ പോവല്ലേ, നീ ഏജന്റ് അമ്മയെ കാണാൻ പോയിട്ട് എന്തായി? അവളുടെ കാര്യം കുറച്ച് കഷ്ടമാ, മുട്ടുകുത്തിന്ന് കുറെ കരഞ്ഞ് സംസാരിച്ചു അവള്. അത് കണ്ടപ്പോ ഈ 20 വർഷവും ഹേജൻ ഇല്ലാതെ എങ്ങനെയാണ് അവർ ജീവിച്ചതെന്ന് തന്നെ എനിക്ക് അതിശയായി പോയി. ഇതും കേട്ട് സൻഹയുടെ അച്ഛനും നിങ്ങൾ രണ്ടുപേരും ആ ബ്ലൈൻഡ് ഡേറ്റിന് ശേഷം ഒരുമിച്ച് ജീവിച്ചായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നേനെ, നിനക്ക് ഹേജന്റെ അമ്മയെ ഇഷ്ടമല്ലായിരുന്നോ? ഇതും കേട്ട് നമ്മുടെ അച്ഛനും ഷെടാ ഇയാളെന്തോ ഈ പറയുന്നത്, എനിക്ക് എന്തോ ഇഷ്ടം. ഇതും കേട്ട് സൻഹയുടെ അച്ഛനും ഞാൻ ഇത്ര നാളും അങ്ങനെയാ വിചാരിച്ചിരുന്നത്, അതുകൊണ്ടല്ലേ നിങ്ങൾ പൂച്ചക്കുട്ടി എടുത്തോണ്ട് വരുന്ന കണക്ക് ഹേജിനെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ പോയി എടുത്തോണ്ട് വന്നത്. ഇതും കേട്ട് നമ്മുടെ അച്ഛനും കൊടുക്കാൻ ഒരു ഉത്തരം ഇല്ലാത്തതുകൊണ്ട് തന്നെ അയാളെയും കുറെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്. ഇപ്പൊ സൻഹയും കാണാനായിട്ട് സോഹി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അമ്മ ഒരു ദിവസം കൂടി ഇവിടെ താമസിക്കാം, മോള് സോളിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാണ്. പക്ഷേ അവള് പോകാതെ സൻഹയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. സൻഹയോട് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ട് അവളും പറയുന്നുണ്ട് ഇന്ന് രാവിലെ അമ്മ ഒത്തിരി കരഞ്ഞു, എന്റെ ഗ്രാജുവേഷൻ കഴിയുന്നിടം വരെയെങ്കിലും നമുക്ക് ഒരുമിച്ച് നിന്നൂടെ എന്ന്. അപ്പോഴാണ് സൻഹയും പറയുന്നത് ഞാനില്ലെങ്കിലും അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാകില്ല എന്ന്. ഇത് കേട്ട് സോഹിയും അമ്മയുടെ സ്വഭാവം ചേട്ടന് അറിയാമെന്നല്ലേ, അമ്മ ഭയങ്കര സെൻസിറ്റീവ് ആണ്, അതിന്റെ ദേഷ്യത്തിലാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നമ്മൾ രണ്ടുപേരും അമ്മയുടെ അടുത്തുണ്ടെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമുള്ളൂ എന്നും പറയുകയാണ്. അപ്പോഴാണ് സൻഹയും ഒരു കാര്യം ഓർക്കുന്നതും നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതും. അവനും അവന്റെ അമ്മയുടെ ഡോക്ടറിനോട് സംസാരിക്കുകയാണ്. അയാളും പറയുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് ഫിസിക്കലി ഇപ്പൊ പ്രശ്നങ്ങളൊന്നും തന്നെയല്ല, അവരുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്നും പറയുകയാണ്. ഇത് കേട്ട് സൻഹ സോഹിയോട് പറയുന്നുണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് അമ്മയ്ക്ക് കഷ്ടപ്പാട് കൂടുതൽ, കാരണം അമ്മയുടെ കാലിലുള്ള ഒരു മുറിവ് പോലെയാണ് ഞാൻ അമ്മയ്ക്ക്, ആ മുറിവ് ഉണങ്ങിയാലും അതിന്റെ പാട് അവിടെ തന്നെ നിൽക്കും, അത് പോയാൽ മാത്രമേ അമ്മയ്ക്ക് സന്തോഷം വരുത്തുള്ളൂ എന്നും. ഇപ്പൊ ജുവോന്റെ ബേക്കറിയിൽ ജുൻഹോയും ഹീജുവും എത്തുന്നുണ്ട്. ഇവര് മൂന്നുപേരും സംസാരിക്കുമ്പോൾ നമ്മുടെ സൻഹയുടെ അനിയെത്തി ഹോസ്പിറ്റലിൽ എത്തിയ കാര്യം ജുൻഹോ പറയുന്നുണ്ട്. ഹീജു ആണെങ്കിൽ നമ്മുടെ സൻഹയുടെ അമ്മയെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പണ്ട് ഹോസ്പിറ്റലിൽ സൻഹ ഒന്ന് നോക്കുകൂടി ചെയ്തില്ലായിരുന്നെങ്കിലും സൻഹയോട് കട്ട ക്രഷും കൊണ്ട് നടന്ന കുറെ പെമ്പിള്ളേരുണ്ടായിരുന്നു. പക്ഷെ സൻഹയുടെ അമ്മയുടെ ഒരൊറ്റ വരവല്ല അതെല്ലാം തന്നെ ക്ലോസ് ആയി. സൻഹയുടെ അമ്മയെ കണ്ടിട്ടാണ് ഹീജുവും സൻഹയെ വിട്ടതെന്ന് നമ്മുടെ ജുൻഹോയും അവളെ പറഞ്ഞ് കളിയാക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് സൻഹ ഓവറായിട്ട് കുറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ജുവോണിനെ കണ്ടപ്പോ പെട്ടെന്ന് തന്നെ അവൻ ഹാപ്പിയായി. നമ്മൾ പഠിക്കുന്ന കാലത്തും അതേ കണക്ക് തന്നെ ആയിരുന്നല്ലോ, ഫുൾ ഡേ അവൻ ക്ഷീണിച്ചിരിക്കും, പക്ഷെ ഇവളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവൻ സന്തോഷിക്കും. ഇതും കേട്ട് ജുവോണ് സങ്കടം വരികയാണ്, കാരണം അവളുടെ ഫ്രണ്ടില് അവൻ ഓക്കെ ആണെന്ന് കാണിക്കാനും വേണ്ടിട്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ സൻഹയുടെ അമ്മ അവനെ കാണാൻ വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ മരിച്ചുപോയ മകളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, നീ ഇന്നലെ പറഞ്ഞ കാര്യവും ഞാൻ ചിന്തിച്ചു നോക്കി, നിന്റെ അനിയത്തിയുടെ മരണത്തിന് കാരണത്താൽ ഞാൻ നിനക്ക് ഒരു നല്ല അമ്മയല്ലായിരുന്നു, അപ്പോ എന്റെ മകള് എന്നെ കാരണമാണ് മരിച്ചത്, എന്റെ മകളും ഇപ്പോ എന്നെ ഒരു നല്ല അമ്മയായിട്ടായിരിക്കത്തില്ല കാണുന്നത് അല്ലേ, ഇപ്പൊ നിനക്കും സോഹിക്കും ഞാൻ കുറെ കഷ്ടപ്പാട് തരികയാണ്. സൻഹയും ഞാൻ നിങ്ങളെ ഹോട്ടലിലേക്ക് തിരിച്ച് പറഞ്ഞു വിടാന്ന് പറയുമ്പോ ഞാൻ നീ നിൽക്കുന്ന എവിടെയാണോ അവിടെ നിൽക്കാമെന്നും പറയുകയാണ് അമ്മ. ഇതേ സമയം നമ്മുടെ ദാലാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹേജനും അങ്ങോട്ട് വരുന്നത്. ഹേജനെ കണ്ട് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് അവൾ അതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും അകത്തേറിയ ഹേജൻ അങ്ങനെ മണത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടുതലൊന്നും കുടിക്കാൻ നിൽക്കണ്ട
എന്ന് പറഞ്ഞിട്ട് നീ ഇന്നലെ അമ്മയെ തന്നെ കാണാൻ പോയതല്ലേ, അമ്മ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കാണ്. അമ്മയ്ക്ക് എന്റെ ബോയ് ഫ്രണ്ടിനെ കാണണമെന്നും പറഞ്ഞു എന്ന് പറയാണ് നമ്മുടെ ദാൽ. നിനക്ക് ഇനിയും എന്റെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് ഹേജൻ പറയുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നും അവൾ പറയാണ്. ഇതും കേട്ട് ഹേജനും നീ എല്ലാവരും ഡോക്ടേഴ്സിനെയും ലോയേഴ്സിനും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളത്, ഞാൻ അവരുടെ ഒന്നും അറ്റത്ത് പോലും വരത്തില്ലല്ലോ. ഇതും കേട്ട് കാലം എന്തോ അതിന്റെ അടുത്ത് പോലും എത്തത്തില്ലെന്നോ. ഞാൻ എന്റെ ജീവിതത്തില് ഈ 27 വർഷത്തിന്റെ ഇടയിൽ കണ്ടിട്ടുള്ളതില് ഏറ്റവും സുന്ദരനായിട്ടുള്ള വ്യക്തി താനാണെന്ന് പറയാണ്. ഇതും കേട്ട് നമ്മുടെ ഹേജൻ കുറച്ചു നേരം അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നിന്നിട്ട് അവളെ തട്ടിയിട്ട് പറയാണ്, ഞാൻ സത്യം പറഞ്ഞ ഇത് ആരോടും പറയണ്ടെന്ന് കരുതിയതാണ്, നിന്റെ അടുത്ത് മാത്രമായിട്ട് പറയാം, ആ ഫോട്ടോസ് ഒക്കെ ചെറുതായിട്ട് ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്നും, പക്ഷെ ആ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിന്നെ കാണാനെന്ന് നമ്മുടെ ദാലും അവനെ നോക്കി പറയാണ്. അങ്ങനെ ഇതും കേട്ട് നമ്മുടെ ഹേജന് സന്തോഷത്തില് അവിടെ നിന്ന് പോകും. ഇപ്പൊ ജൂണും സൻഹയെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അമ്മയുമായിട്ട് അവൻ നിൽക്കുന്നത് കാണുന്നതും അമ്മയെ കൊണ്ടാക്കിയ ശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് വരാമെന്നും പറയുന്നതും. എങ്ങോട്ട് കൊണ്ടാക്കാനാ എന്ന് നമ്മുടെ ജൂൺ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് സൻഹയുടെ കൂടെ തന്നെ കാണുമെന്നും അമ്മ പറയാണ്. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സോഹിയുടെ കാര്യം എന്താവും എന്ന് നമ്മുടെ അമ്മയോട് അവൻ ചോദിക്കുമ്പോഴാണ്, ഇപ്പോഴാണോ നീ സോഹിയെ പറ്റിയിട്ട് ചിന്തിക്കുന്നത്, എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ ആ ചിന്തയൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ച് ചൂടാവാൻ തുടങ്ങിയാണ് പണ്ടത്തെ പോലെ. കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ കണ്ട സൻഹയുടെ അമ്മയുടെ സ്വഭാവമല്ല ഇപ്പൊ കാണുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ജൂൺ അവരോട് പറയാണ് സൻഹയ്ക്ക് ഇനി പോകാൻ പറ്റത്തില്ല എന്ന്. എന്നിട്ട് സൻഹയുടെ കൈ പിടിച്ചിട്ട് അവള് പറയാണ്, നിന്റെ അമ്മയോട് ഒരു ടാക്സി പിടിച്ച് തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെട്, എന്നിട്ട് നീ എന്റെ കൂടെ വരാനായിട്ടും. എന്നിട്ട് അവളും സൻഹയുടെ അമ്മയോട് ചോദിക്കാണ്, വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ അവനെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്, ഓർമ്മയില്ലേ എന്ന്. നിനക്കത് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, എനിക്ക് ആ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഈ ലോകത്തിലുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഗേൾ ആയിരുന്നു. എന്ന സൻഹയ്ക്ക് അവന്റെ അമ്മ അവനെ ഉപേക്ഷിച്ചു പോയ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ തുള്ളിച്ചാടുകയായിരുന്നു എന്ന്. എന്നാൽ ഞാനൊന്ന് വലുതായി കഴിഞ്ഞ ശേഷമാണ് ആ കാര്യം ആലോചിച്ച് ഞാൻ സങ്കടപ്പെടാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ 10 വർഷത്തേക്ക് സൻഹയെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നതും ആ കാര്യം കൊണ്ടാണ്, പക്ഷെ ഇനി അത് നടക്കില്ല എന്നും. സൻഹയും അമ്മയോടൊരു സോറി പറഞ്ഞ് നിങ്ങൾ ടാക്സി പിടിച്ച് തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അവനും ജുവോന്റെ കൂടെ പോന്ന് പുറത്തു വെച്ച് നമ്മുടെ സൻഹയെ അവൾ വഴക്ക് പറയാണ്, ഇത്രയും വർഷം നീ എങ്ങനെയാണ് അവരുടെ കൂടെ താമസിച്ചത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞൂടെ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് സങ്കടമാവുമെന്ന്. ഇവളിങ്ങനെ വഴക്ക് പറയുന്നത് കേട്ടോണ്ട് നിൽക്കുന്ന സൻഹ പെട്ടെന്നൊരു ഐ ലവ് യു പറയുകയാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുന്ന സൻഹയെ കാത്ത് നമ്മുടെ ഹേജിന് ആ ടാബ്ലറ്റുമായിട്ട് ഇരിക്കുകയാണ്. സൻഹ ഒന്നിരിക്കും, നമുക്ക് സംസാരിക്കാം എന്ന് ഹേജിൻ പറയുന്നുണ്ട്, പക്ഷെ അവനത് ഇഗ്നോർ ചെയ്യുകയാണ്. നീ ഇങ്ങനെ മിണ്ടാതെ വലിയ ജാടയും കാണിച്ചിരിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണെന്നാണ് നിന്റെ വിചാരം എന്നിങ്ങനെ സൻഹയോട് അവനും ചോദിക്കും. നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം എന്ന് പറയാണ്. അങ്ങനെ അവസാനം നമ്മുടെ സൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവനെയും കണ്ട് ഹേജനും പറയുന്നുണ്ട്, ഇനി നിനക്ക് ഉറക്കം വന്നില്ലെങ്കിൽ നീ എന്നെ വിളിച്ചുണർത്തിയിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നെങ്കിൽ ഓടാൻ പോകാം, അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന് ഡ്രിങ്ക്സ് അടിക്കാമെന്നും. അടുത്ത ദിവസം രാവിലെ ജോൺ സൻഹയും ഹേജനെയും മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും കോൾ എടുക്കാത്തതുകൊണ്ട് തന്നെ അവള് ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവന്മാർ രണ്ടുപേരും അടിച്ച് കൂസായി കിടന്നുറങ്ങുന്ന കാണുന്നത്. ഹേജനെയും ചെന്ന് അടിച്ചിട്ട്, എടാ എണീരടാ, എത്ര രാവിലെ ആയിട്ടും എണീക്കാൻ വയ്യേ അവന് എന്നിങ്ങനെ പറഞ്ഞ് അവനെ കുറെ അടിയിട്ട് കൊടുക്കും. എന്നാൽ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തോട്ട് നിന്നിട്ട് പയ്യെ എണീക്കെന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് സൻഹയും ഇവളെയും പിടിച്ചടുത്ത് കെടുത്തി കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത രംഗത്തില് നമ്മുടെ ജൂണും അവളുടെ അച്ഛനോട് ഹേജനും സൻഹയും കൂടെ അടിച്ച് കൂസായി കിടന്നുറങ്ങിയ രംഗം അവൾ കണ്ടെന്നും പറയുകയാണ്. ഇപ്പൊ താഴെ നമ്മുടെ സൻഹയും ഹേജനും കൂടെ വരുന്നത്. ഹേജനും പറയുന്നുണ്ട്, ഞാൻ പഠിക്കുന്ന കാര്യത്തിലൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. എന്നാൽ സൻഹയും അവനെ ഒന്ന് ആക്കിക്കൊണ്ടൊരു തട്ട് കൊടുക്കും. അപ്പോഴാണ് അവനും പറയുന്നത്, എടാ അതങ്ങ് സമ്മതിച്ചൂടെ, ഞാനല്ലേ എല്ലാ കാര്യത്തിലും ബെസ്റ്റ്, സമ്മതിച്ചില്ലെങ്കിൽ ഇന്നലെ നീ കരഞ്ഞതൊക്കെ ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും, നീ ഒരു കരച്ചിലുകാരനാണെന്ന്. നീ ഈ കാര്യം ഒരിക്കലും ജുവോണിനോട് പറയരുതെന്ന് നമ്മുടെ സൻഹയും പറയും. പക്ഷെ അവനെ കളിയാക്കൊണ്ട് ഹേജനും കയറിപ്പോന്ന്. ഇപ്പൊ ഇവർ 5 പേരും ഫുഡ് കഴിക്കുന്ന സമയം നമ്മുടെ സൻഹ അവരോട് പറയാണ്, ഞാൻ ഈയിടെയായിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നുപോയത്, പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെ ആയി, ഞാൻ അമ്മയായിട്ട് വഴക്കിട്ടു, പക്ഷെ എന്നാലും ഞാൻ ഇനി തിരിച്ചു പോകത്തില്ല, ഇവിടെ തന്നെ നിൽക്കുമെന്നും പറയാണ്. ഇത് കേട്ട് അവരെല്ലാരും സന്തോഷിക്കുന്നത്. ഇപ്പൊ തിരിച്ചു പോകുന്ന വഴിക്ക് ജോണിനോട് ഹേജൻ പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം സോക്കും ജെയ്യൂനും വരും നിദാലിനെ കൂടെ വിളിക്കാനായിട്ട്. അടുത്ത രംഗത്തില് നമ്മുടെ ഹേജന്റെ അമ്മയെ കാണാനായിട്ട് എത്തുന്ന സൻഹയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ആദ്യമേ കാണുമ്പോൾ ഇത്രയുള്ള എന്നൊക്കെ പറഞ്ഞ അമ്മയും സംസാരിക്കുന്നുണ്ട്. ഹേജന്റെ അമ്മയും പറയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് സൻഹയും പറയുന്നത്, അല്ല ഞാൻ നിങ്ങളെ ഹേജനെ കാണാനും വേണ്ടിട്ട് കൺവിൻസ് ചെയ്യാനും വേണ്ടിട്ട് വന്നതല്ല, ഞങ്ങൾ രണ്ടുപേരും വളർന്നു വന്നത് ബ്രദേഴ്സിനെ പോലെ തന്നെ. ഹേജനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ഞങ്ങൾ രണ്ടുപേരും അമ്മമാരെ ഉപേക്ഷിച്ചു പോയ മക്കളായതുകൊണ്ടാണ്. എനിക്കറിയാം എന്റെ ഭാഗ്യക്കുറവിനെ മറ്റൊരാളുടേതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലതൊന്നും അല്ല എന്ന്. പക്ഷേ ഇന്നലെ നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഹേജനെ അവന്റെ അമ്മ ഉപേക്ഷിച്ചു പോയില്ല, എന്നെ മാത്രമായിരുന്നു
എന്തിനായിരുന്നു ഉപേക്ഷിച്ച് പോയതെന്ന്. അപ്പോഴാണ് അമ്മയും ഇമോഷണൽ ആവുന്നത്. നമ്മുടെ ഹേജിനോട് ഇക്കാര്യങ്ങളൊക്കെ പറയണം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം അവനെ കാണാതിരുന്നത് എന്നൊക്കെ പറയണമെന്ന് സൻഹ പറയുന്നുണ്ട്. ഇപ്പൊ ഇതേ സമയം ഹേജിനും സോക്കും ജയനും കൂടെ ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ സിംഗിൾ ആയിട്ടുള്ള ഹേജിന്റെ ഫ്രണ്ടിൽ വെച്ച് റൊമാൻസ് കാണിക്കുകയും കിസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ട അവനും അങ്ങ് ദേഷ്യം വരും. പെട്ടെന്ന് നമ്മുടെ ഹേജിനും എന്തോ ഒരു കാര്യം ഓർമ്മ വരും. ഹേജിനും ഉറക്കത്തില് ചെറുതായിട്ടൊന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോ നമ്മുടെ സൻഹയും ജുവോണും ഒരുമിച്ച് കിടന്ന് കിസ് ചെയ്യുന്ന സംഭവം ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ചിന്തിച്ച പാടെ വിശ്വസിക്കാൻ പോലും പറ്റാതെ നമ്മുടെ ഹേജിനും ഇങ്ങനെ ഇത് സത്യമാണോ അതോ ചിലപ്പോ സ്വപ്നമായിരിക്കുമല്ലേ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സൻഹയും ജുവോണും കൂടെ തിരിച്ചങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലാണെങ്കിൽ നമ്മുടെ ദാലും ജയനും കൂടെ നല്ല രീതിയിൽ കുടിച്ചോണ്ടിരിക്കുന്നത്. ജയനും ദാലിനോട് പറയാണ്, നീ ഭയങ്കര ലക്കിയാ, നിന്റെ ഫസ്റ്റ് ലവിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ നിനക്ക് താമസിക്കുന്നത്, അപ്പൊ നിനക്ക് ഡെയിലി അവന്റെ ഫേസ് കാണാൻ പറ്റുമല്ലോ എന്ന്. ഹേജിനും ഇവരുടെ തൊട്ട് ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ദാലും പെട്ടെന്ന് അവൾ കുറെ അധികം കുടിച്ച് ഓരോന്നും ആവശ്യമില്ലാത്ത വിളിച്ച് പറയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഹേജിനും പറയുന്നത്, അതെനിക്കറിയാം, സൻഹയുടെ കാര്യമല്ലേ അവള് പറയുന്നത്. ഇത് കേട്ട് ജയനും അല്ലാന്ന് പറയാൻ വരുമ്പോഴാണ് ദാലും സമ്മതിക്കാത്തത്. പെട്ടെന്ന് നമ്മുടെ ഹേജിനും ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് ജുവോന്റെ ഫ്ലാറ്റിലോട്ട് പോകുന്നത്. അവനും പോയി കഴിയുമ്പോ ദാലും നമ്മുടെ ജയന്റെ അടുത്ത് നിനക്ക് എന്തു അടി കുഴപ്പം, ഇപ്പൊ എല്ലാം വിളിച്ചു പറഞ്ഞതല്ല എന്നിങ്ങനെ ചോദിക്കും. അതെല്ലാം പാസ്റ്റ് ഇല്ലേ, അപ്പൊ പിന്നെ പറഞ്ഞാലും എന്താ. ഇത് കേട്ട് ദാലും അവളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോഴും അവക്ക് നമ്മുടെ ഹേജിനെ ഇഷ്ടമാണെന്ന്. എടി ഇത് സത്യമാണോ, നിനക്ക് പ്യൂർ ലവ് ആണല്ലോ, ഏതങ്ങ് തുറന്നു പറഞ്ഞൂടെ. ഞാൻ തുറന്നു പറഞ്ഞാലും നിന്റെ ഫ്രണ്ടിൽ വെച്ച് പറയത്തില്ല എന്ന് ദാലും പറയും. ഇതൊക്കെ സൈഡിൽ കിടക്കുന്ന സോക്കും കേട്ടോണ്ട് കിടക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജുവോനും സൻഹയും കൂടെ ഹേജിന്റെ ഫ്ലാറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വരുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് ഇനിയും കുറച്ച് സമയമുണ്ടെന്ന് പറഞ്ഞ് ജുവോന്റെ ഫ്ലാറ്റിലോട്ട് സൻഹ അവളെ വിളിച്ചോണ്ട് പോകുന്നത്. അവൻ അവളെ കിസ് ചെയ്യാനായിട്ട് പോകുമ്പോഴാണ് എന്തോ താഴെ വീഴുന്ന സൗണ്ട് കേട്ട് അവര് തിരിഞ്ഞു നോക്കുമ്പോ ഹേജിന് അവിടെ നിൽക്കുന്നത് കാണുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇവരെ കാണുന്ന ഹേജിനും ഷോക്കാണ്. കയ്യോടെ പിടിക്കപ്പെട്ടതിൽ ജുവോനും സൻഹയും എക്സ്ട്രീംലി ഷോക്കിലാണ്. ഇവനെ ഇനി എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യും എന്നൊക്കെയാണ് ഇവരും ചിന്തിക്കുന്നത്. അങ്ങനെ ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.